പ്രതിപക്ഷത്തെ ഞെട്ടിച്ച തരൂർ. ഭരണഘടനാ ഭേദഗതി ബില്ലിന് പിന്തുണ. ഹൈക്കമാൻഡിനെ പരാതി അറിയിച്ച് കേരളത്തിലെ നേതാക്കൾ. 1 മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് ശശി തരൂർ MP. ബില്ലിന് അനുകൂല നിലപാട് വ്യക്തമാക്കിയ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ ശശി തരൂർ രംഗത്ത് വന്നതിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗൗരവത്തിൽ കാണും. ഈ വേറിട്ട നിലപാട് കേരളത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം ശശി തരൂരിന്റെ നിലപാട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് എതിരാകുമെന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. കോൺഗ്രസുമായി തരൂർ അകലാൻ ആഗ്രഹിക്കുന്നതിന് തെളിവായി ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നുണ്ട്. ഈ ബില്ലിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ തനിക്കറിവില്ല. ഒറ്റനോട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ആർക്കും ശിക്ഷ ലഭിക്കണം. അത്തരക്കാർ ഉയർന്ന ഭരണഘടനാ പദവിയോ രാഷ്ട്രീയ പദവിയോ വഹിക്കരുതെന്നത് ന്യായയുക്തമാണ്. സംയുക്ത പാർലമെന്ററി സമിതിയിൽ ചർച്ച നടക്കട്ടെയെന്നും തരൂർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് നീരസം നേരിടുന്നതിനിടെയാണ് വീണ്ടും പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ശശി തരൂർ രേഖപ്പെടുത്തിയത്. ഇത് ഗൗരവത്തിലെടുക്കണമെന്നതാണ് കേരളത്തിലെ നേതാക്കളുടെ നിലപാട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്നും തരൂരിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ ഈ ബില്ലിനെതിരെ കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഉയർത്തിയത്. ഈ സാഹചര്യത്തിൽ തരൂരിന്റെ നിലപാട് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ബിൽ 2025 പ്രകാരം തുടർച്ചയായി 30 ദിവസത്തിലധികം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഏതൊരു മന്ത്രിയും 31-ാം ദിവസം രാജിവെക്കുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്യാം.